Good morning. ഇന്ന് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം നിങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. So, let us begin with the subtopic gametogenesis. Gametogenesis is the process of formation of gametes. The male gamete is sperm and the female gamete is ovum. Human beings പുരുഷനിൽ ഉണ്ടാവുന്ന കോശമാണ് റീപ്രൊഡക്റ്റീവ് സെല്ലാണ് സ്പേം. എന്നാൽ സ്ത്രീകളിൽ ഉണ്ടാവുന്ന റീപ്രൊഡക്റ്റീവ് സെൽ എന്താണ്? ഓവം. ആൻഡ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം ഈസ് കോൾഡ് സ്പെർമാറ്റോജെനസിസ് ആൻഡ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓവം ഈസ് കോൾഡ് oogenesis. അപ്പോൾ ഗാമിറ്റോജെനസിസ് പൊതുവായിട്ട് പറയുന്നതാണ്. ഗാമിറ്റോജെനസിസിൽ രണ്ട് തരമുണ്ട്. മെയിലിലാണെങ്കിൽ സ്പെർമാറ്റോജെനസിസ് ആണ്, ഫീമെയിലിലാണെങ്കിൽ oogenesis ആണ്. Let us see different steps in spermatogenesis. Spermatogenesis is the process of formation of sperm or the male gamete. And in the previous class you learnt that in human male, testis is the main reproductive organ. And in the testis you can see seminiferous tubules. ടെസ്റ്റിസിനകത്ത് 250ഓളം കമ്പാർട്ട്മെന്റ്സ്, ലൊബ്യൂൾസ് എന്ന് പറയുന്ന കമ്പാർട്ട്മെന്റ്സ് കണ്ടു. ഓരോ ലൊബ്യൂൾസിനകത്തും, ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസിനകത്തും 2 മുതൽ 3ഓളം സെമിനിഫറസ് ട്യൂബ്യൂൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഇന്നർ ലൈനിങ് കൺസിസ്റ്റ് ഓഫ് 2 different types of cells. എന്തൊക്കെയായിരുന്നു അത്? സെർട്ടോളി സെൽസും ജേം സെൽസും. ഈ ജേം സെൽസ് ആദ്യം മൈറ്റോസിസിലൂടെ it increases in number. The germ cells is also called as spermatogonial cells or spermatogonium. Spermatogonia undergoes mitotic division and it increases in number. You know, in mitosis chromosome number change ആവുന്നുണ്ടോ? ഇല്ല. There won't be any change in chromosome number. അപ്പോൾ 46 ഉള്ള സ്പെർമറ്റോഗോണിയ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണം കൂടി, നമ്പർ ഓഫ് സെൽസ് കൂടി, പക്ഷേ നമ്പർ ഓഫ് ക്രോമസോംസ് സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈവൻസിൽ അല്ലെ? മൈറ്റോസിസിലൂടെ സ്പെർമറ്റോഗോണിയ ഡിവൈഡ്സ് ആൻഡ് ഇൻക്രീസസ് ഇൻ നമ്പർ ആൻഡ് ടു ഫോം പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ദ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് then divides meiotically or by meiosis it divides. Meiosis is a reduction division. അതായത് ക്രോമസോം നമ്പർ നേരെ പാതിയാവും. അപ്പോൾ ക്രോമസോം നമ്പർ എത്രയായിരിക്കും? പ്രൈമറി സ്പെർമറ്റോസൈറ്റ് മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്തുണ്ടാവുന്നത് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആണ്. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിൽ ക്രോമസോം നമ്പർ എത്രയാണ്? 23. Then the secondary spermatocyte again divides meiotically. അതായത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കും. ഇനി നമുക്ക് ക്രോമസോമിൽ ചേഞ്ച് കാണുന്നില്ല, പക്ഷെ ജസ്റ്റ് ഒരു ഡിവിഷനാണ്, സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. And it changes to spermatid. അങ്ങനെ സ്പെർമാറ്റിഡായി. The spermatids undergo differentiation. സ്പെർമാറ്റിഡ്സിന് ചില ചേഞ്ചസ് വന്നിട്ട് it becomes spermatozoa or sperm. സ്പെർമിനെയാണ് ഇവിടെ spermatozoa എന്ന് വിളിക്കുന്നത്. And thus formed sperms, they get embedded in the Sertoli cells. Sertoli cellsന്റെ ഇടയിൽ വന്ന് സ്പെർമിങ്ങിനെ തലകുത്തി ഇങ്ങനെ നിൽക്കും, എംബെഡഡ് ആയിട്ട് നിൽക്കും. ലേറ്റർ ഇറ്റ് ഗെറ്റ്സ് റിലീസ്ഡ് ഫ്രം ദെയർ ആൻഡ് മൂവ്സ് ഓർ ഇറ്റ് ഗെറ്റ്സ് എനർജറ്റിക്. അത് എനർജറ്റിക് ആവും, അതിൽ നിന്ന് റിലീസ് ചെയ്തിട്ട്. സെർട്ടോളി സെൽസിൽ ഫോം ചെയ്ത ഉടനെ അതിങ്ങനെ നിൽക്കുകയാണ്, എംബെഡഡ് ആയിട്ട് നിൽക്കും. പിന്നെ അവിടെ നിന്ന് റിലീസ് ആവുമ്പോൾ സ്പേം ഫോർമേഷൻ നടന്നു എന്നർത്ഥം. ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് സ്പെർമിയേഷൻ. സ്പെർമാറ്റിഡ് സ്പേമായി മാറിയതിനെ സ്പെർമിയോജെനസിസ് എന്നാ പറയുക. ആ സ്പെർമിയോജെനസിസിന് ശേഷം സ്പേംസ് സെർട്ടോളി സെൽസിൽ എംബെഡഡ് ആവും. അവിടെ നിന്ന് റിലീസ് ചെയ്ത് പോകുന്ന സ്പേംസ്, അതിനെ സ്പെർമിയേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത്രയും സ്റ്റെപ്സ് ആണ് സ്പെർമാറ്റോജെനസിസ്. സോ സ്പെർമാറ്റോജെനസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേംസ്. എവിടെ നിന്നാണ് സ്പേംസ് ഉണ്ടായിരിക്കുന്നത്? ഇനീഷ്യൽ സെൽ ഏതായിരുന്നു? ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയൽ സെല്ലോ, അതിൽ നിന്ന് സ്പേം ഉണ്ടായി. ഈ പ്രോസസ്സാണ് spermatogenesis. You can see the chart also here. Picturization.
So the main step to remember here is, or main point to remember here is, in human male, the entire step for spermatogenesis begins only at the age of puberty. പ്രായപൂർത്തി ആയതിനു ശേഷം മാത്രമാണ് സ്പെർമാറ്റോജെനിസിന്റെ ഘട്ടങ്ങൾ പുരുഷനിൽ നടക്കുന്നുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ സ്പെർമാറ്റോജെനിസിസുമായി ബന്ധപ്പെട്ട്, അതായത് സ്പേം ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ മെയിലിൽ എങ്ങനെയാണ് ഹോർമോൺ ആക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. യു ക്യാൻ സീ ദ ചാർട്ട് ഹിയർ സ്ക്രീനിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് ഹൈപ്പോ തലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്, റിലീസിങ് ഹോർമോൺസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിലൊരു ഹോർമോൺ നമ്മൾ GnRH പഠിച്ചത്, ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. അപ്പോൾ ഹൈപ്പോ തലാമസിൽ നിന്ന് വരുന്ന ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ എൻറ്റേഴ്സ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഇതിന്റെ ഫലമായിട്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ്സ് 2 ഹോർമോൺസ്. എന്തൊക്കെയാണ്? LH luteinizing hormone, the other one is FSH follicle stimulating hormone. The luteinizing hormone acts upon Leydig cells. എന്താണ് Leydig cells? സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ പുറത്ത് കാണുന്ന സെല്ലാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽ അല്ലെങ്കിൽ Leydig സെൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ Leydig സെല്ലിന് മേലെ ലൂട്ടിനൈസിങ് ഹോർമോൺ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെച്ചാണ് മെയിൻ മെയിൽ ഹോർമോണായ ആൻഡ്രോജൻ റിലീസ് ചെയ്യപ്പെടുന്നത്. Leydig സെൽസിൽ നിന്നാണ്, നമ്മൾ പഠിച്ചതാണ്, ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മെയിൽ ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ. പൊതുവായിട്ട് മെയിൽ ഹോർമോൺസിനെ നമ്മൾ ആൻഡ്രോജൻസ് എന്ന് വിളിക്കും. പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ഉദ്ദേശിക്കുന്നത് നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഇനി ദെൻ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ ഫംഗ്ഷൻ പറഞ്ഞല്ലോ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആക്ട്സ് അപ്പോൺ സെർട്ടോളി സെൽസ്. സെമിനിഫറസ് ട്യൂബ്യൂളിന് അകത്ത് കാണുന്ന 2 സെൽസിൽ ഒന്നാണ് സെർട്ടോളി സെൽ. ഈ സെർട്ടോളി സെല്ലിന്റെ മേലെയാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആക്ട് ചെയ്യുന്നത്. ഈ ഹോർമോണിന്റെ ഫലമായി സെർട്ടോളി സെൽസ് എന്താ ചെയ്യുന്നത്? സ്പെർമിയേഷൻ അല്ലെ സ്പെർമറ്റോജെനിസിസ്. സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്പെർമാറ്റിഡ് നിന്ന് സ്പേം ഫോം ചെയ്യുന്നത്. ആ ഘട്ടത്തെയാണ് നമ്മൾ സ്പെർമിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്പെർമിയേഷന് സഹായിക്കുന്നു ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ആക്ഷൻ കൊണ്ട്. സെർട്ടോളി സെൽസ് സ്പെർമിയേഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി വി ക്യാൻ സീ ദ സ്ട്രക്ചർ ഓഫ് സ്പേം. ഹ്യൂമൻ ബീങ്സിലുള്ള ഹ്യൂമൻ മെയിൽ സ്പേമിന്റെ സ്ട്രക്ചറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. A typical sperm, human sperm consists of a head, middle neck, middle piece and tail. 4 parts ആണ്. Head, neck, middle piece and tail. Head consists of haploid nucleus. അതെന്തുകൊണ്ടാണ് ഹാപ്ലോയിഡ് എന്ന് പറയാൻ കാരണം? മിയോസിസ് നടന്നാൽ ക്രോമസോം നമ്പർ റെഡ്യൂസ് ആയല്ലോ. 46 ആണ് ശരിയായ ക്രോമസോം നമ്പർ. മിയോട്ടിക്കലി ഡിവിഷൻ നടന്നെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ ആണല്ലോ, ക്രോമസോം നമ്പർ നേരെ പാതിയാവും. 46ന്റെ പകുതി എത്രയാണ്? 23. അപ്പം 46 എന്ന കണ്ടീഷനെ നമുക്ക് ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് വിളിക്കാം. ഇതിപ്പോൾ നേരെ പകുതി ആയതുകൊണ്ട് അതെന്താണ്? ഹാപ്ലോയിഡ്. അപ്പോൾ ന്യൂക്ലിയസ്, ഹെഡിനകത്ത് കാണുന്ന ന്യൂക്ലിയസ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ദെൻ നെക്ക് ഒരു കണക്റ്റിംഗ് പാർട്ടാണ്. അവിടെ സെൽ ഡിവിഷനുള്ള സെൻട്രിയോൾ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സെൻട്രിയോൾ എന്ന് പറഞ്ഞ ഒരു ഓർഗനലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? സെൽസിനകത്തെല്ലാം ഓർഗനൽസ് കാണുമല്ലോ. സ്പേം എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലാണ്, ഓവം എന്ന് പറയുന്നത് സിംഗിൾ സെല്ലാണ്. അതിൽ പല ഓർഗനൽസും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു സെല്ലിനകത്ത് അല്ലേ. എന്തൊക്കെ ഓർഗനൽസ്? മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോം, സെൻട്രിയോൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ഓർഗനലിനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈസോസോമിനെ നമ്മൾ സൂയിസൈഡൽ ബാഗ് എന്നൊക്കെ പഠിച്ചു. അതുപോലെ സെൻട്രിയോൾ എന്ന ഓർഗനലിന്റെ ഫംഗ്ഷൻ സെൽ ഡിവിഷനെ സഹായിക്കലാണ്. അപ്പോൾ സെൽ ഡിവിഷന് സഹായിക്കുന്ന ഒരു ഓർഗനൽ സെൻട്രിയോൾ നെക്കിൽ കാണുന്നുണ്ട്. ഇനി മിഡിൽ പീസിനകത്ത് നിറച്ചും മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്താ ചെയ്യുന്നത്? ഇറ്റ് സപ്ലൈസ് സ്റ്റോഴ്സ് എനർജി, പ്രൊഡ്യൂസസ് എനർജി. അപ്പം സ്പേം മോട്ടിലിറ്റിക്ക്, ടെയിൽ മൂവ്മെന്റിന് വേണ്ടുന്ന എനർജി സപ്ലൈ ചെയ്യലാണ് മിഡിൽ പീസിലുള്ള മൈറ്റോകോൺട്രിയയുടെ ധർമ്മം. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഇസ് ടെയിൽ. ടെയിൽ മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നു. സ്പേമിന് മൂവ് ചെയ്യണമല്ലോ, അതിന് സഹായിക്കുന്നത് ടെയിലാണ്. അപ്പാർട്ട് ഫ്രം ദിസ് there is a cap-like structure at the front of the head that is known as acrosome. അതിനാണ് എന്ത് പറയുന്നത്? acrosome. And this acrosome
acrosome contains special enzymes which help in disintegrating the wall of ovum during penetration or during fertilization. Fertilization എന്ന് പറഞ്ഞാൽ എന്താ? ഓവവും സ്പേമും കൂടിച്ചേരുന്നത് അല്ലെ. അപ്പോൾ ഓവത്തിന്റെ വാളിലൂടെ സ്പേം പെനിട്രേറ്റ് ചെയ്ത് അകത്ത് കയറണമെങ്കിൽ അപ്പം ഈ ഓവത്തിന്റെ വാളിന് ഒരു ബ്രേക്ക് കൊടുക്കണമല്ലോ അവിടെ അല്ലെ. ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്താലേ സ്പേമിന് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓവത്തിന്റെ മെംബ്രെയിൻ ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഫ്ലൂയിഡ് ഓർ എൻസൈമാണ് അക്രോസോമിനകത്ത് കാണുന്നത്. ദിസ് എൻസൈം, രണ്ട് എൻസൈംസ് ഉണ്ട്. അക്രോസിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്, ഹയാലുറോണിഡേസ് എന്ന് പറയുന്ന എൻസൈംസുമാണ് അക്രോസോമിനകത്ത് കാണുന്നത്. എൻസൈംസിന്റെ പേര് നോക്കൂ, ഹയാലുറോണിഡേസ് ആൻഡ് acrosin. These are enzymes which are capable of penetrating or disintegrating the membrane of ovum during fertilization. Now, in one coitus, what is coitus? Intercourse. ഒരു ഇന്റർകോഴ്സ് നടക്കുമ്പോൾ ഒരു ഇൻസെമിനേഷൻ പ്രോസസ്സിൽ ഏകദേശം നിങ്ങൾക്കറിയാം, ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഗാമീറ്റിനെ നമ്മൾ ഫീമെയിൽ ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലേ. അപ്പോൾ ഇൻസെമിനേഷനിൽ ഒരു ഇൻസെമിനേഷൻ ഇജക്റ്റ് ചെയ്യുന്ന ഫ്ലൂയിഡിനകത്ത് അബൌട്ട് 200 to 300 million sperms will be there. 200 to 300 million sperms ആണ് ഒരു കോയിറ്റസിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ആൻഡ് ദ സ്പേംസ് ആർ മൊട്ടൈൽ. സ്പേംസ് മൊട്ടൈലാണ്, നിങ്ങൾക്കറിയാം. Soon after its formation, I told you, it is embedded in the Sertoli cells. Then it is released from there after spermiation. It moves through epididymis, vas deferens, and it passes through this duct. Vas deferens എന്ന ഡക്റ്റിൽ കൂടെ ഇങ്ങനെ ചുറ്റി വന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടതാണ് അല്ലേ. During its transport, the fluid ejected by the accessory gland, seminal vesicle, prostate gland, ഇതിൽ നിന്നൊക്കെ സെമിനൽ ഫ്ലൂയിഡ് ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. അന്ന് കഴിഞ്ഞ ക്ലാസ് പഠിച്ചതിന് ഈ സെമിനൽ ഫ്ലൂയിഡുമായിട്ട് സ്പേം ചേരും. അതാണ് ഇജാക്കുലേറ്ററി ഡക്റ്റിൽ കൂടെ പുറത്തേക്ക് വരുന്നത്. സോ ദ സെമിനൽ ഫ്ലൂയിഡ് അലോങ് വിത്ത് സ്പേം ഈസ് കോൾഡ് ആസ് സെമൻ. ഈ സെമൻ ആണ് ഇൻസെമിനേഷനിൽ ഫീമെയിൽ ട്രാക്റ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. Semen is nothing but the seminal fluid and sperm. Collection of seminal fluid and sperm is called semen. Each coitus contains about 200 to 300 millions of sperm. Okay? The next subtopic is oogenesis. Gametogenesis illa spermatogenesis padichu. Any oogenesis. Oogenesis is the process of formation of ovum in the female ovary. ഓവറിക്കകത്തുണ്ടാകുന്ന ഓവർ ഉണ്ടാകുന്ന പ്രോസസ്സാണ് oogenesis. Unlike spermatogenesis, oogenesis begins during embryonic growth. എപ്പോഴാണ് സ്പെർമാറ്റോജെനിസിസ് ഉണ്ടാകുന്ന? പ്യൂബർട്ടിയോടടുത്ത് അല്ലേ, പ്രായപൂർത്തി ആവുമ്പോഴാണ് സ്പേം ഫോർമേഷന് തുടക്കം കുറിക്കുന്നത്. പക്ഷേ oogenesis എംബ്രിയോയിൽ തന്നെ, അതായത് ഗ്രോയിങ് ഡെവലപ്പിംഗ് ഫീറ്റസ്, ഭ്രൂണം, കുഞ്ഞ് വളരുന്നില്ലേ അമ്മയുടെ ഗർഭപാത്രത്തിൽ, പെൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഓവറിക്കകത്ത് എല്ലാ ഓർഗൻസും ഡെവലപ്പ് ആവുമല്ലോ വളർച്ചാഘട്ടത്തിൽ. ഏകദേശം ഒരു 3 മാസം കുഞ്ഞിന് പ്രായം ഉണ്ടാവുമ്പോൾ തന്നെ ഓർഗൻ ഫോർമേഷൻ നടക്കും. ആ സമയത്ത് തന്നെ ഓവറിക്കകത്ത് വെച്ചിട്ട് ഫോളിക്കിൾ സെൽസ് ഡെവലപ്പ് ചെയ്യും. ഐ മീൻ ഊഗോണിയൽ സെൽസ്. ഊഗോണിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം ഉണ്ടാവുന്ന സെൽസാണ് ഓവറിക്കകത്ത്. അതിനെ നമ്മൾ ഊഗോണിയം എന്ന് വിളിക്കും. ഓർ പ്രൈമറി ഊസൈറ്റ്. ഈ പ്രൈമറി ഊസൈറ്റ് എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ വളരുന്നു. നോ മോർ ഊസൈറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ബർത്ത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഓവറിക്കകത്ത് ഒരു ഊസൈറ്റ് പോലും ഉണ്ടാവുന്നില്ല. ആ ഒരു വ്യത്യാസം നിങ്ങൾ ഓർത്തു വെക്കണം. ആൻഡ് ദിസ് പ്രൈമറി ഊസൈറ്റ് ഇൻ ദിസ് എംബ്രിയോ, ഇറ്റ് വിൽ ബി ആസ് സച്ച് ഇൻ ദിസ് ഫീമെയിൽ. ഈ ഫീമെയിലിൽ ഇത് പ്രായപൂർത്തിയാവുമ്പോൾ പണ്ട് ഭ്രൂണായിട്ട് അവസ്ഥയിലുണ്ടായിരുന്ന പ്രൈമറി oocyte പ്രായപൂർത്തിയാവുമ്പോൾ അത് അതേപോലെ ഉണ്ടാവും. Some of this primary oocyte, they develop a granulosa layer around this. ഈ പ്രൈമറി oocyteന് ചുറ്റും ഒരു സെല്ലുലാർ ലെയർ ഫോം ചെയ്യും. അതിന് ഗ്രാനുലോസ ലെയർ എന്ന് വിളിക്കും. Thus it forms a primary follicle.
പ്രൈമറി ഓസൈറ്റിന് ചുറ്റും ഒരു ലെയർ സെല്ലുലാർ ലെയർ ഫോം ചെയ്ത് ഗ്രാനുലോസ ലെയർ. അപ്പം അതെന്തായി? പ്രൈമറി ഫോളിക്കിൾ. ദ പ്രൈമറി ഫോളിക്കിൾ ലേറ്റർ develops again, some differentiation undergoes, develops some more layers to form secondary follicle, and the again later on so many changes or layers develop upon the secondary follicle to form tertiary follicle. ആദ്യം പ്രൈമറി ഫോളിക്കിൾ മാറി പിന്നെ എന്തായി? സെക്കൻഡറി ഫോളിക്കിളെ, പിന്നെ ഇപ്പോഴെന്തായി? ടേർഷ്യറി ഫോളിക്കിൾ. പ്യൂബേർട്ടി എത്തുമ്പോഴാണ് ഈ ചേഞ്ചസ് വരുന്നത്. Tertiary follicle consists of a cavity called antrum. പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. ഈ ടേർഷ്യറി ഫോളിക്കിളിന് അകത്ത് കാണുന്ന ക്യാവിറ്റീനെ നമ്മൾ എന്ത് വിളിക്കും? ആൻട്രം. ഇനി ഈ ലെയേഴ്സ് ഉണ്ടല്ലോ, കുറച്ച് വലുതാണ് അല്ലേ? അകത്ത് നിൽക്കുന്ന പ്രൈമറി oocyteന് ചുറ്റുമാണ് ലെയേഴ്സ് ഫോം ചെയ്ത്. ഈ ലെയേഴ്സ് തിക്കാണ്. ആൻഡ് ദീസ് ലെയേഴ്സ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് തീക്ക എക്സ്റ്റേണ ആൻഡ് തീക്ക ഇന്റേണ. ഇതൊക്കെ ടേർഷ്യറി ഫോളിക്കിളിൻ്റെ അകത്ത് ചുറ്റുമുള്ള കാര്യമാണ് പറയുന്നത്. ആൻഡ് ദിസ് ടേർഷ്യറി ഫോളിക്കിൾ consists of a cavity called antrum, and the granulosa layer of tertiary follicle consists of two parts or two layers, mainly called theca externa and theca interna. And in the tertiary follicle, the primary oocyte, ഇതിനകത്തുള്ള സെൽ എന്താണ്? പ്രൈമറി oocyte. It divides meiotically. First meiosis ഇവിടെയാണ് നടക്കുന്നത്. Divides meiotically to form secondary oocyte and പോളാർ ബോഡി. ഈ ടേർഷ്യറി ഫോളിക്കിളിനകത്ത് വെച്ചിട്ടാണ് പ്രൈമറി oocyte ആദ്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെക്കൻഡറി oocyteും ഒരു ചെറിയ പോളാർ ബോഡിയും ഉണ്ടാവും. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ചെറിയൊരു കുത്തു പോലത്തത് പോളാർ ബോഡിയാണ്. ആൻഡ് വി ഡോണ്ട് നോ വെദർ ദ പോളാർ ബോഡി ഡിസിൻറ്റിഗ്രേറ്റ്സ് ഓർ വെദർ ഇറ്റ് ഡിവൈഡ്സ്. നത്തിങ് ഇസ് നോൺ ടിൽ ഡേറ്റ്. ആൻഡ് ദ സെക്കൻഡറി oocyte ഇറ്റ് ഹാസ് ടു ബിക്കം ദി ഈ സെക്കൻഡറി oocyte വീണ്ടും ഒരു മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാലാണ് ഓവമായിട്ട് മാറുക. ഓക്കെ, അപ്പൊ നമ്മൾ ടേർഷ്യറി ഫോളിക്കിളിനകത്ത് നമുക്ക് സെക്കൻഡറി oocyte ഫോം ചെയ്തല്ലോ. ഈ ടേർഷ്യറി ഫോളിക്കിൾ അഗെയിൻ അണ്ടർഗോസ് ചേഞ്ചസ്. വീണ്ടും ടേർഷ്യറി ഫോളിക്കിളിന് ചേഞ്ചസ് വന്നിട്ട് ഓർ ഇറ്റ് മെച്യൂർസ് ടു ഫോം ഗ്രാഫിയൻ ഫോളിക്കിൾ. Can see in the picture, in this picture, ovary with the primary, secondary and tertiary follicles as well as Graafian follicle. ആ സ്റ്റേജസ് കണ്ടോ നിങ്ങൾ ഡിഫറൻസ്? ഈ ഗ്രാഫിയൻ ഫോളിക്കിളിനകത്തുള്ള സെക്കൻഡറി oocyte, ഇറ്റ് ഡെവലപ്സ് എ ലെയർ അറൌണ്ട് ഇറ്റ് കോൾഡ് സോണ പെല്ലുസിഡ. നൗ ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്സ് ഓപ്പൺ. ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചുവേർഡ് ഫോളിക്കിളിനെയാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് വിളിക്കുന്നത്. ഇത് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് സെക്കൻഡറി oocyte പുറത്തേക്ക് വരും. നൗ ദ സെക്കൻഡറി oocyte ഇസ് കവേർഡ് വിത്ത് സോണ പെല്ലുസിഡ. ഈ ലെയറോട് കൂടിയ സെക്കൻഡറി oocyteനെ നമുക്ക് ഓവം എന്ന് വിളിക്കാം. ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് ഓവത്തെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് ഓവുലേഷൻ എന്നാണ് വിളിക്കുന്നത്. അതാണ് ഓവുലേഷൻ. അപ്പോൾ ഒരു മെൻസ്ട്രുവൽ സൈക്കിളിൽ എപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത്, എപ്പോഴാണ് പ്രഗ്നൻസിക്ക് ചാൻസ്, ഇതൊക്കെ നമുക്കറിയണ്ടേ. അതിനാണ് let us see what is a menstrual cycle. So let me explain what is a menstrual cycle. In monkeys, apes and man, higher primates are. ഈ primatesൽ കാണുന്ന reproductive cycle we can call menstrual cycle. അപ്പം ലോവർ മാമൽസ് ഉണ്ട്. ഒരുവിധം മിക്ക മാമൽസിലും we observe estrous cycle. ഈ പറഞ്ഞിരിക്കുന്ന മങ്കീസിലും എയ്പ്സിലും മാനിലുമാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ കാണുന്നത്. അതർ മാമൽസ്, ലോവർ മാമൽസിലൊക്കെ നമ്മൾ കാണുന്നത് എസ്ട്രസ് സൈക്കിളാണ്. എന്താണ് ഈ എസ്ട്രസ് സൈക്കിൾ? എസ്ട്രസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് മെൻസ്ട്രൽ സൈക്കിൾ പോലെ ഒരു സൈക്ലിക് റീപ്രൊഡക്റ്റീവ് സ്റ്റേജസ് ആണ്. സൈക്ലിക് പാറ്റേണിൽ വരുന്ന ഒരു റീപ്രൊഡക്റ്റീവ് ഈവൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? സൈക്കിൾ എന്ന് അതുകൊണ്ടാണ് ഇത് വിളിക്കുന്നത്. എസ്ട്രസ് സൈക്കിളും അത് തന്നെയാണ്. പക്ഷേ menstrual cycle lasts for a period of 28 to 29 days, whereas estrous cycle will be lasting for a period of 4 to 5 days. 4-5 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സൈക്ലിക് റിപ്രൊഡക്റ്റീവ് സൈക്കിൾ ആണ് എസ്ട്രസ് സൈക്കിൾ. ഇവിടെ മെൻസ്ട്രൽ സൈക്കിൾ കുറച്ച് ലോങ് ഡ്യൂറേഷൻ ആണ്, 28 ഡേയ്സ് സൈക്കിൾ. ഇത് കാണുന്ന ജീവികൾ കൂടുതലായും മങ്കീസും ഏപ്സും മാൻ.
ഈ മങ്കി എന്താണ്, ഏപ്പ് എന്താണ്, മാൻ എന്താണെന്നൊക്കെ നിങ്ങൾ ഇവല്യൂഷനിൽ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും ചെറിയൊരു ഡിഫറൻസ്, മങ്കീസിന് നമുക്ക് വാലുണ്ട്, ഏപ്സിനോ ലിറ്റിൽ മോർ ക്ലോസ് ടു മാൻ അല്ലേ, അവർക്ക് വാലില്ല. ഒറാങ്കുട്ടൻ, ചിമ്പാൻസി ഇതെല്ലാം പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ഇവരൊക്കെ ഏപ്സ് ആണ്. ദെൻ മാൻ. നമ്മളിൽ കാണുന്ന reproductive cycle and menstrual cycle, it lasts for a period of 28 to 29 days, and at the onset of puberty the first menstruation happens. First menstruation begin ചെയ്യുന്നത് പ്രായപൂർത്തിയായത് ആവുമ്പോഴാണ്, and we call it as menarche. ആ സ്റ്റേജിനാണ് മെനാർക്ക് എന്ന് വിളിക്കുക. ബട്ട് ഫീമെയിൽ when she reaches age of 50, around 50, അത് it may vary. ചിലർക്ക് 48, 49 വയസ്സിലാവാം, അല്ലെങ്കിൽ 52, 53 വയസ്സ് വരെയൊക്കെ മെൻസ്ട്രേഷൻ നീണ്ടു നിൽക്കും. ബട്ട് ഓൺ ആൻ ആവറേജ് when a female reaches at an age of 50, the menstruation or the menstrual cycle stops. This condition is known as menopause. അപ്പോൾ മെൻസ്ട്രേഷൻ ബിഗിൻ ചെയ്യുന്നതിന് മെനാർക്ക് എന്നും അത് അവസാനിക്കുന്നതിന് മെനോപോസ് എന്നുമാണ് പറയുന്നത്. Let us see different stages or events in a menstrual cycle. Different events or phases in menstrual cycle. I told you menstrual cycle is a period of 28 days cycle. The first phase or the first stage is menstrual phase. Menstrual phase lasts for a period of 3 to 5 days. It varies. ചിലർക്ക് 7 ദിവസമൊക്കെ ഉണ്ടാവാം. In this phase, what is happening is the endometrial lining along with blood vessels and hormones gets degraded from the uterine wall. യൂട്രസിന്റെ വാളിൽ നിന്ന് ഇന്നമോസ്റ്റ് ലെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എൻഡോമെട്രിയും അതോട് ചേർന്നിരിക്കുന്ന ബ്ലഡ് വെസൽസും കുറച്ച് ഹോർമോൺസും ഇതൊക്കെ കൂടി ഇറ്റ് ഷെഡ്സ് ഓഫ്. ഇറ്റ് ഈസ് റിമൂവ്ഡ് ത്രൂ ഓർ ഇറ്റ് ഫ്ലോസ് ഔട്ട് ത്രൂ വെജൈന. വെജൈനയിൽ കൂടെ ഇത് പുറത്തു പോവാണ്. മെൻസ്ട്രേഷൻ ഹാപ്പൻസ് ഓൺലി വെൻ ഫെർട്ടിലൈസേഷൻ ഇസ് നോട്ട് ഹാപ്പൻഡ്. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ മാത്രമേ മെൻസ്ട്രേഷൻ ഉള്ളൂ. സോ the absence of menstruation is an indication of pregnancy. അപ്പോൾ എല്ലാ കേസിലും മെൻസ്ട്രേഷൻ ഇല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. There may be chances that the person or the female is unhealthy. ഫീമെയിൽ അനീമിക് ആണെങ്കിൽ മെൻസ്ട്രേഷൻ റെഗുലർ ആവണമെന്നില്ല അല്ലേ, അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് മെൻസ്ട്രേഷൻ വരാതിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ട് മെൻസ്ട്രേഷൻ ഇറഗുലർ ആവാം. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, കോയിറ്റസ് നടന്ന് ഫെർട്ടിലൈസേഷൻ നടന്നെങ്കിൽ there won't be any menstruation. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. So the first phase is menstrual phase, which lasts for a period of 3 to 5 days. And the second phase is follicular phase. In this phase, there are changes in the ovary as well as uterine wall. ഓവറിക്കകത്തും യൂട്രസിന്റെ വാളിലും സെക്കൻഡ് ഫേസിൽ ചേഞ്ച് കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടേർഷ്യറി ഫോളിക്കിൾ ആൻഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ, ഇതല്ലേ വളർച്ചാഘട്ടം. അങ്ങനെ ഫോളിക്കിൾ സെൽസ് പ്രൈമറി ഫോളിക്കിളാവും, സെക്കൻഡറി ആവും, അതിനുമേൽ ലേയേഴ്സ് ഫോം ചെയ്താണ് ഇങ്ങനെ ചേഞ്ചസ് വരുന്നത്. ഈ ചേഞ്ചസ് ആണ് പ്രധാനമായിട്ട് ഓവറിയിൽ കാണുന്നത്. അതേപോലെ തന്നെ എൻഡോമെട്രിയൽ വാള് അക്യുമുലേറ്റ് ചെയ്യും, അത് പ്രോളിഫറേറ്റ് ചെയ്യും, എൻഡോമെട്രിയം പ്രോളിഫറേറ്റ് ചെയ്യും സെൽസ് ഒക്കെ നിറഞ്ഞുകൊണ്ട്. ഇതിനെ സഹായിക്കുന്ന ഹോർമോൺസ് ആണ് LH ല്യൂട്ടനൈസിങ് ഹോർമോൺ ആൻഡ് FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പം 3 to 5 days നമുക്ക് എന്തായി, 5ാമത്തെ ദിവസം വരെ മെൻസ്ട്രേഷൻ. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്താണ്, ഫോളിക്കുലാർ ഫേസ് ആണ്. ഫോളിക്കുലാർ ഫേസിൽ നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. അവിടെ എൻഡോമെട്രിയൽ ലൈനിങ് പ്രോളിഫറേറ്റ് ചെയ്ത് വന്ന് ഈ സമയത്ത് LH FSH ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 14th ഡേയോട് അടുക്കുമ്പം LHന്റെ FSHന്റെ അളവ് കൂടുകയാണ് കാണുന്നത് അല്ലേ. ഗ്രാഫ് നോക്കൂ. അപ്പം ഫോളിക്കുലാർ ഹോർമോൺ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും LHും കൂടുതൽ വരുന്നതോടുകൂടി ഈസ്ട്രോജൻ ഹോർമോണ് റിലീസ് ആവാൻ തുടങ്ങും ഈ കാലഘട്ടത്തിൽ. ഓക്കെ, ദ തേർഡ് ഫേസ് ഇസ് ഓവുലേറ്ററി ഫേസ്. 3ാമത്തെ ഘട്ടമാണ് ഓവുലേറ്ററി ഫേസ്. ഓവുലേറ്ററി ഫേസ് നടക്കുന്നത് 14th ഡേ ആണ്. ഇറ്റ് വേരീസ്, അതും ബോഡി പാറ്റേൺ അനുസരിച്ചിരിക്കും. ഒരു ജനറൽ വ്യൂയിലൂടെ 14th ഡേ ആണ് ഓവുലേഷൻ നടക്കുക. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആയിട്ട് മെച്യൂർ ഓവം അല്ലെങ്കിൽ സെക്കൻഡറി ഊസായിട്ട് അതിൽ നിന്ന് പുറത്തു വരികയാണ് അല്ലേ. ഇതാണ് ഓവം. ഈ ഓവം പുറത്തു വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓവുലേറ്ററി ഫേസ് അല്ലെങ്കിൽ ഓവുലേഷൻ എന്ന് വിളിക്കുന്നത്.
ഓവുലേഷന്റെ സമയത്ത് നമുക്ക് ഏറ്റവും പീക്കിൽ കാണുന്ന ഒരു ഹോർമോണാണ് LH, ലൂട്ടിനൈസിങ് ഹോർമോൺ. FSH കൂടുതലാണ്. ആ ഈ സ്റ്റേജിന് നമുക്ക് LH പീക്ക് എന്ന് വിളിക്കാം. ആ ഗ്രാഫിൽ നമുക്ക് LH പീക്ക് നോട്ട് ചെയ്യുന്നുണ്ടോ? LH പീക്കിലാണ് ഓവുലേഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് റിലീസ് ഓഫ് മെച്ചുവർഡ് ഓവം ഫ്രം ഗ്രാഫിയൻ ഫോളിക്കിൾ. ആൻഡ് ദ ലാസ്റ്റ് ഫേസ് ഇസ് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിൽ എന്താ നടക്കുന്നത് വെച്ചാൽ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആയിട്ടാണ് അതിൽ നിന്ന് ഓവം പുറത്തു വന്നു. അപ്പൊ ഇതിന്റെ റെമനന്റ് ഉണ്ടല്ലോ, ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ഈ റെമനന്റിനെയാണ് നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്ന് വിളിക്കുന്നത്. സീ ദിസ് പിക്ചർ, കോർപ്പസ് ലൂട്ടിയം കണ്ടോ? കോർപ്പസ് ലൂട്ടിയം ആണ് ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഹോർമോണിന്റെ പേര് പ്രൊജസ്റ്റിറോൺ. പ്രൊജസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ സെക്രീഷൻ നടത്തുന്നത് കോർപ്പസ് ലൂട്ടിയം. അപ്പൊ പ്രഗ്നൻസി നടന്നെങ്കിൽ പ്രഗ്നൻസിന്റെ മെയിൻ്റനൻസിന് ഈ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ സഹായിക്കുന്നു. പ്രഗ്നൻസി നടന്നില്ലെങ്കിലോ, ഓവുലേഷനിൽ ഓവം റിലീസായല്ലോ, ഫെലോപ്പിയൻ ട്യൂബിൽ ഓവം വന്ന് നിൽക്കും. അവിടെ കോയിറ്റസ് നടന്നെങ്കിൽ സ്പേം വന്ന് ഫ്യൂസ് ചെയ്യാം ആ സമയത്ത്. അഥവാ ആ സമയത്ത് കോയിറ്റസ് നടന്നില്ലെങ്കിലോ ഉടനെ ഈ കോർപ്പസ് ലൂട്ടിയം ഡിസെൻറ്റിഗ്രേറ്റ് ആവും. അത് ഡിസെൻറ്റിഗ്രേറ്റ് ആവും, എൻഡോമെട്രിയൽ ലൈനിങ് ഡിസെൻറ്റിഗ്രേഷൻ്റെ വക്കിലാവും. അങ്ങനെ നമുക്ക് അടുത്ത ഘട്ടം വീണ്ടും മെൻസ്ട്രൽ സൈക്കിൾ, ആൻഡ് ദ സൈക്കിൾ റിപ്പീറ്റ്സ്. ഇതാണ് ഒരു menstrual cycle. It has 4 stages: menstrual stage, follicular phase, ovulation, and luteal phase. And the cycle repeats for a period of 28 days. ഇനി നമുക്ക് ഫെർട്ടിലൈസേഷനെ കുറിച്ചും ഇംപ്ലാന്റേഷനെ കുറിച്ചും പഠിക്കാം. ഫെർട്ടിലൈസേഷൻ നമുക്കറിയാം, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ആണ്. അപ്പോൾ ഇപ്പം മെയിൽ ഗാമീറ്റ് എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പഠിച്ചു. ഫീമെയിൽ ഗാമീറ്റ് എവിടെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ റിലീസ് ചെയ്തു ഫീമെയിൽ ഗാമീറ്റ്, ഗ്രാഫിയൻ ഫോളിക്കിൽ നിന്ന് റിലീസ് ചെയ്ത ഫീമെയിൽ ഗാമീറ്റ് ഓവം, ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടുവേർഡ്സ് ദ ആംപ്യുള്ള ഓർ ആംപ്യുള്ളറി റീജിയൻ ഓഫ് ദി ഓവിഡക്റ്റ്. ഓർമ്മയില്ലേ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ? അതിലുള്ള ഓവിഡക്റ്റ് കാണുന്നുണ്ടോ? അവിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ആംപ്യുള്ളയിലേക്ക് വന്നു. അവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും കോയിറ്റസ് നടന്നെങ്കിൽ സ്പേം വന്ന് ഫ്യൂസ് ചെയ്യും. ഇഫ് കോയിറ്റസ് ഇസ് നോട്ട് ഹാപ്പനിങ്, ഇത് കുറച്ച് നേരത്തേക്ക് 24 മാക്സിമം 24 hours ഇവിടെ ഉണ്ടാവും. അത് നടന്നില്ലെങ്കിലോ ഇത് ഡിസെൻറ്റിഗ്രേറ്റ് ആയി പോകും. സോ ഡു ഓൾ കോപ്പുലേഷൻസ് ലീഡ് ടു പ്രഗ്നൻസി? ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചാൽ എന്താ ആൻസർ പറയാം? എല്ലാ കോപ്പുലേഷൻസിലും അല്ലെങ്കിൽ എല്ലാ ഇന്റർകോഴ്സിലും പ്രഗ്നൻസി ഉണ്ടാവുമോ? ഇല്ല. ഈ 14th ഡേ എന്ന ഓവുലേഷൻ ടൈമിൽ മാത്രമാണ് ഓവം ഇസ് ഗെറ്റിംഗ് റെഡി അറ്റ് ദ ആംപ്യുള്ളറി റീജിയൻ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് ഫോർ ഫെർട്ടിലൈസേഷൻ. ഓൺലി ഡ്യൂറിങ് ദാറ്റ് ടൈം ഇഫ് കോയിറ്റസ് ഹാപ്പൻസ്, ഫെർട്ടിലൈസേഷൻ വിൽ ഹാപ്പൻ. ഓക്കെ, ആ സമയത്ത് കോയിറ്റസ് നടന്നെങ്കിൽ മാത്രമാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നുള്ളൂ. സോ ഓൾ കോപ്പുലേഷൻസ് വിൽ നോട്ട് ലീഡ് ടു പ്രഗ്നൻസി. ഓക്കെ, അപ്പോൾ ഇനി സ്പേം വന്നു കഴിഞ്ഞ് ഇത് ഓവം, സ്പേം വന്നു. സി ദ സ്ട്രക്ചർ ഓഫ് ഓവം അറ്റ് ഫസ്റ്റ്. ഒരു ഓവത്തിന്റെ ടിപ്പിക്കൽ ഓവത്തിന്റെ സ്ട്രക്ചർ കണ്ടോ? ചുറ്റുമുള്ള സെൽസിനെ എന്ത് വിളിക്കുന്നത്? സെൽമാസിനെ നമ്മൾ കൊറോണ റേഡിയേറ്റ. തൊട്ടടിയിലുള്ളത് എന്താണ്? സോണ പെലൂസിഡ. പിന്നെ പെരിവിറ്റലൈൻ സ്പേസും പെരിവിറ്റലൈൻ മെംബ്രെയിനാണ് അതിന് അടിയിൽ കാണുന്ന വിറ്റലൈൻ മെംബ്രെയിൻ. അപ്പൊ സ്പേം വന്ന് കൊറോണ റേഡിയേറ്റ വഴി സോണ പെലൂസിഡയിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ഇൻഡ്യൂസസ് ചേഞ്ച്. ഒരു ചേഞ്ച് വരും. സോണ പെലൂസിഡയിൽ ടച്ച് ചെയ്ത ഉടനെ ഇൻഡ്യൂസസ് എ ചേഞ്ച് ഇൻ ദിസ് ഓവം മെംബ്രെയിൻ, ഓവത്തിന്റെ മെംബ്രെയിനിൽ. സൂൺ ആഫ്റ്റർ ദ എൻട്രി. എന്തിനാണ് ഇവിടെ ഒരു ചേഞ്ച് വരുന്നത്? ടു പ്രിവെന്റ് പോളിസ്പെർമി. ഒരു ഓവത്തിൽ എത്ര സ്പേം കയറണം ഫെർട്ടിലൈസേഷന്? ഒരു സ്പേം. ആദ്യം വന്ന സ്പേം ഉള്ളിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഒരു ചേഞ്ച് വന്നു. എന്തിനാണ്? ടു പ്രിവെന്റ് പോളിസ്പെർമി. കൂടുതൽ സ്പേമിനുള്ളിൽ പിന്നെ കയറാൻ പറ്റില്ല, അവിടെ ഒരു തിക്നെസ് വരും. ഓക്കെ, അപ്പം സ്പേം നൗ വൺ സ്പേം enters the cytoplasm of ovum. Soon after the entry of sperm to the cytoplasm of ovum, there induces second meiotic division of this ovum. ഈ ഓവത്തിന് പെട്ടെന്ന് ഒരു മിയോട്ടിക് ഡിവിഷൻ, രണ്ടാമത്തെ മിയോട്ടിക് ഡിവിഷൻ നടക്കും. ഒന്ന് ഓർക്കണം, ഈ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിൽ ക്രോമസോം നമ്പർ ചേഞ്ച് വരുന്നില്ല. നേരത്തെ നമുക്ക് മിയോട്ടിക് ഡിവിഷനിൽ ക്രോമസോം നമ്പർ 23 ആയല്ലോ അല്ലെ, തൊട്ട് മുന്നേ നടന്നതിൽ. അപ്പൊ ഇവിടെ ഇതില് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിൽ അഗെയിൻ വൺ മോർ പോളാർ ബോഡി ഇസ് ഫോംഡ്. നേരത്തെ ഒരു പോളാർ ബോഡീനെ പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെയുണ്ട്. ഈ പോളാർ ബോഡിയുടെ ഫംഗ്ഷനോ അല്ലെങ്കിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നും സ്റ്റിൽ അൺനോൺ ആണ്.
And this after second meiotic division, this mature ovum or ooted, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ooted. ഇപ്പോൾ ooted-ഉം sperm nucleus-ഉമായിട്ട് ഫ്യൂസ് ചെയ്തു. സ്പേം ഉള്ളിൽ കയറിയ ഉടനെയാണ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നത്. പോളാർ ബോഡി അങ്ങ് പോയി, ഇത് ഊട്ടിഡായി. ഇനി സ്പേമിന്റെ ന്യൂക്ലിയസും ഓവത്തിന്റെ ന്യൂക്ലിയസും കൂടിക്കലർന്നു. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ. ആസ് എ റിസൾട്ട് ഓഫ് ഫെർട്ടിലൈസേഷൻ വാട്ട് ഇസ് ഫോംഡ്? സൈഗോട്ട് ഇസ് ഫോംഡ്. വാട്ട് ഇസ് ദ ക്രോമസോം നമ്പർ ഓഫ് സൈഗോട്ട്? സൈഗോട്ടിന്റെ ക്രോമസോം നമ്പർ എത്രയായിരിക്കും? Is it 23? No, 46. ഓവത്തിന്റെ 23യും സ്പേമിന്റെ 23. മിയോസിസിലൂടെയാണല്ലോ ഇവരുണ്ടായത്. ഇത് ഹാപ്ലോയിഡ് ആണ്. ഇത് രണ്ടും കൂടി കലർന്ന് സൈഗോട്ടായി. ഇത് ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, സൈഗോട്ട് ഇസ് ഫോംഡ്. ഈ സൈഗോട്ട് മെയിലാണോ ഫീമെയിലാണോ എന്ന് എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുക? നമുക്കറിയാം, വി ഓൾ നോ, ഒരു ബയോളജി സ്റ്റുഡൻറ് എന്ന നിലയിൽ വി മസ്റ്റ് നോ the chromosome pattern of a female is XX. Chromosome pattern of a male is XY. XX-ഉം XY-യും. അപ്പോൾ ഗാമീറ്റ് ഫോർമേഷനിൽ റിഡക്ഷൻ ഡിവിഷൻ ആണല്ലോ. അപ്പോൾ ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എക്സ് എന്ന ഗാമീറ്റ് ആണ് ഓവത്ത്, അല്ലേ? മെയിലിൽ ഏതൊക്കെ ഗാമീറ്റ്സ് ഉണ്ടാവാം? സ്പേം ഏതൊക്കെ ഉണ്ടാവാം? എക്സ് എന്ന ക്രോമസോം ഉള്ള സ്പേമും ഉണ്ടാവും, വൈ എന്ന ക്രോമസോം ഉള്ള സ്പേമും ഉണ്ടാവാം. ഫെർട്ടിലൈസേഷനിൽ നമുക്കറിയില്ല എക്സ് ആണോ കൂടിച്ചേരുന്നത്, വൈ ആണോ സ്പേം കൂടിച്ചേരുന്നത്. സപ്പോസ് ഇഫ് എക്സ് ക്രോമസോം ക്യാരി ചെയ്യുന്ന സ്പേമാണ് ഫ്യൂസ് ചെയ്തതെങ്കിലോ, എക്സ് എന്ന കുഞ്ഞല്ലേ ഉണ്ടാവുന്നത്, ദാറ്റ് ഈസ് എ ഫീമെയിൽ ബേബി. എക്സ് ഓവവും വൈ എന്ന സ്പേമുമാണ് കൂടിച്ചേർന്നതെങ്കിൽ കുഞ്ഞെന്തായിരിക്കും? ക്രോമസോം പാറ്റേൺ XY ആണ്. അത് കുഞ്ഞെന്താണ്? അപ്പോൾ മെയിലാണ്. അപ്പോൾ ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ സെക്സ് ഓഫ് ദ ചൈൽഡ്? അഗെയിൻ വൺ മോർ ക്വസ്റ്റ്യൻ. ആരാണ് കുഞ്ഞിന്റെ സെക്സ്, അതായത് മെയിൽ ചൈൽഡ് ആണോ ഫീമെയിൽ ചൈൽഡ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്? ഇസ് ഇറ്റ് ദ സ്പേം ഓർ ഓവം? ഇറ്റ് ഈസ് ദ സ്പേം. നോ. So the male is responsible, the father is responsible for the sex of the child. Again, in our society, ഒരു ലേഡി ഇപ്പോൾ ഫീമെയിലിനെ കണ്ടിന്യൂസ് ആയിട്ട് പെൺകുഞ്ഞിനെ, നമ്മുടെ നാട്ടിലൊക്കെ നോർത്ത് ഇന്ത്യ ഡൗറി സിസ്റ്റം ഉള്ളവർക്ക് പെൺകുഞ്ഞ് വേണ്ട, എവിടെയും പെൺകുഞ്ഞല്ല വേണ്ടത്, ആൺകുഞ്ഞാണ്, അല്ലേ? അപ്പോൾ ഫീമെയിൽ ഇസ് ക്രിയേറ്റിംഗ് ഓർ ഡെലിവറിങ് ഫീമെയിൽ ബേബി കണ്ടിന്യൂസ്ലി. ഒരമ്മ പെൺകുഞ്ഞിനെ മാത്രം പ്രസവിച്ചാൽ ആ ബ്ലെയിം കൊടുക്കുക, ഓ അവരൊക്കെ എപ്പോഴും പെൺകുഞ്ഞ് എന്നുള്ളൊരു ബ്ലെയിം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് സൊസൈറ്റിയിൽ പാടില്ല. ബിക്കോസ് വി ആർ നൗ എഡ്യൂക്കേറ്റഡ്. ഓക്കെ, the zygote thus formed moves through the isthmus of fallopian tube. fallopian tubeന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്, അല്ലേ? അതിലൂടെ സൈഗോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി. മൈറ്റോസിസിൽ ക്രോമസോം നമ്പറിന് ചേഞ്ച് വരുന്നില്ല, നമ്പർ കൂടും. അപ്പോൾ അങ്ങനെ 2 സെൽഡ് 2 ആവും, 1 2 ആയി, 2 4 ആയി, 8 ആയി, 16 സെൽ സ്റ്റേജ് ആയി. അപ്പോൾ ഓരോ സെല്ലിനെ ഇതിലുള്ള നമുക്ക് ബ്ലാസ്റ്റോമിയ എന്ന് വിളിക്കാം. ആൻഡ് ദിസ് 16 സെൽഡ് സ്റ്റേജ് ഇസ് നോൺ ആസ് മോറുല. മോറുല ഫർദർ ഡിവൈഡ്സ്. മോറുല അങ്ങനെ ഫർദർ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് ആവും. ദ ബ്ലാസ്റ്റോസിസ്റ്റ് സ്ലോലി ഇസ്തമസിലൂടെ മൂവ് ചെയ്ത് യൂട്രൈൻ വാളിലേക്ക് മൂവ് ചെയ്ത് വരികയാണ്. During this process, the blastocyst develops an outer layer known as trophoblast and an inner cell mass. അതെ, നമുക്ക് കാണാം ഒരു ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽ മാസും ഉള്ള ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഈ ബോഡി സ്ക്രീനിൽ കാണുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് യൂട്രൈൻ വാളിൽ ഇംപ്ലാന്റ് ചെയ്യും അല്ലെ, ഫിക്സ് ചെയ്യുക. ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് ആണ് നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്തുമസിൽ നിന്ന് യൂട്രൈൻ വാളിലേക്ക് വന്ന് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിൽ ഡ്യൂറിങ് ദിസ് കോഴ്സ് ടൈം ട്രോഫോബ്ലാസ്റ്റ് ഔട്ടർ ലെയറും വരുന്നുണ്ട്, ഇന്നർ സെൽ മാസ്. ദിസ് ട്രോഫോബ്ലാസ്റ്റ് ഡെവലപ്സ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് കോറിയോണിക് വില്ലായി. ഈ ട്രോഫോബ്ലാസ്റ്റ് എന്ന ഔട്ടർ ലെയറിന് അതിൽ നിന്ന് ഒരു കുറച്ച് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഡെവലപ്പ് ചെയ്യും. അതിനെ നമ്മൾ കോറിയോണിക് വില്ലായി എന്ന് വിളിക്കും. കോറിയോണിക് വില്ല യൂട്രൈൻ വാളിൽ വന്ന് അറ്റാച്ച് ചെയ്യും. യൂട്രൈൻ ടിഷ്യൂവും കോറിയോണിക് വില്ലയും ചേർന്നതാണ് വി കോൾ ഇറ്റ് ആസ് പ്ലസൻറ്റ. പ്ലസൻറ്റ ഈസ് എ structural and functional unit which connects the growing fetus with the mother. അമ്മയും കുഞ്ഞുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഫങ്ഷണലും സ്ട്രക്ചറൽ യൂണിറ്റുമാണ് പ്ലസൻറ്റ. അതെങ്ങനെയുണ്ടായിരിക്കുന്നത്? കോറിയോണിക് വില്ലയും യൂട്രൈൻ വാളിൻ്റെ ടിഷ്യൂസും ചേർന്നാണ് പ്ലസൻറ്റ ഫോം ചെയ്യുന്നത്. പിന്നീട് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും പ്ലസൻറ്റ.
What are the functions of placenta? Transport oxygen, then transport nutrients. അമ്മ കഴിക്കുന്ന ആഹാരം കൂടുതലും പ്ലസൻറ്റ വഴിയാണ് കുഞ്ഞിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് കുഞ്ഞിലെത്തുക? പ്ലസൻറ്റ വന്ന് അവസാനം ഒരു അംബിലിക്കൽ കോഡ് വഴിയാണ് കുഞ്ഞിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലസൻറ്റയിലേക്ക് എത്തി പ്ലസൻറ്റ അംബിലിക്കൽ കോഡ് വഴിയാണ് കുഞ്ഞിന് ന്യൂട്രിയൻസ് എത്തിക്കുന്നത്. സോ ന്യൂട്രിയൻസ് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇപ്പോൾ പ്രഗ്നന്റ് ലേഡി എപ്പോഴും ന്യൂട്രിയൻ റിച്ച് ഫുഡ് കഴിച്ചിരിക്കണം അല്ലേ, ഫോർ ദ ഹെൽത്തി ചൈൽഡ് അല്ലെ, ഡിസീസ് ഫ്രീ ഓർ ഡിസോർഡർ ഫ്രീ ചൈൽഡിന്. പിന്നെ ട്രാൻസ്പോർട്ട് വേസ്റ്റ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രോജീനസ് വേസ്റ്റും ഉണ്ട്. കുഞ്ഞിൽ നിന്നുള്ള വേസ്റ്റ് അമ്മയിലെത്തി അമ്മയാണത് പുറന്തള്ളുന്നത്. അതിനു പുറമെ പ്ലസൻറ്റ സെക്രീറ്റ്സ് സോ മെനി സ്പെഷ്യലൈസ്ഡ് ഹോർമോൺസ് ഓൺലി ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ മാത്രം ഫീമെയിലിൽ കാണുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്, അത് പ്ലസൻറ്റയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ആ ഹോർമോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. 2 ഹോർമോൺസ് ആണ് പ്ലസൻറ്റ സെക്രീറ്റ് ചെയ്യുന്ന. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG, ഹ്യൂമൻ പ്ലസൻറ്റൽ ലാക്ടോജൻ. ഇത് രണ്ടും പ്ലസൻറ്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പ്രഗ്നൻസിയിൽ. ഇതിന് പുറമെ ഓവറി സെക്രീറ്റ്സ് സ്പെഷ്യലൈസ്ഡ് ഹോർമോൺ ഡ്യൂറിങ് പ്രഗ്നൻസി. ഇറ്റ് ഇസ് നോൺ ആസ് റിലാക്സിൻ. അപ്പോൾ റിലാക്സിൻ എന്ന ഹോർമോൺ ഓവറി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രഗ്നൻസിയിൽ മാത്രം കാണുന്ന ഹോർമോൺസ് എന്തൊക്കെയാ? ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഹ്യൂമൻ പ്ലസൻറ്റൽ ലാക്ടോജൻ HPL ആൻഡ് റിലാക്സിൻ. അപ്പാർട്ട് ഫ്രം ദിസ്, പ്ലസൻറ്റ സെക്രീറ്റ്സ് സോ മെനി അതർ ഹോർമോൺസ് ഇൻ എക്സസ്. പ്രഗ്നൻസി പീരിയഡിൽ സാധാരണ സെക്രീറ്റ് ചെയ്യാറുള്ള മറ്റ് ഹോർമോൺസ് ഉണ്ട്. ഫീമെയിൽ ബോഡിയിൽ മെൻസ്ട്രൽ സൈക്കിളിലൊക്കെ കാണുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ദെൻ കോർട്ടിസോൾ, ഇങ്ങനെയുള്ള കുറേ ഹോർമോൺസ്, തൈറോക്സിൻ, ഈ ഹോർമോൺസ് ഒക്കെ അബണ്ടൻ്റ് ആയിട്ട് പ്ലസൻറ്റയുടെ നിയന്ത്രണത്തിൽ പ്രഗ്നൻസി പീരിയഡിൽ മദേഴ്സ് ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് ഫീറ്റൽ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, മറ്റൊന്ന് മദേഴ്സ് ബോഡിയിലുള്ള മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. ഡൈജഷൻ ആയാലും എക്സ്ക്രീഷൻ എല്ലാം റെഗുലേറ്റ് ചെയ്യണം. കാരണം അമ്മയുടെ ശരീരത്തിലുള്ള ഡൈജഷൻ മാത്രമല്ലല്ലോ, കുഞ്ഞിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കണം, കുഞ്ഞിൻ്റെ വേസ്റ്റ് റിമൂവ് ചെയ്യണം. അപ്പോൾ എൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി ഇൻ ദി മദർ മസ്റ്റ് ബി എൻഹാൻസ്ഡ്. അതിനു വേണ്ടിയാവാം ഈ ഹോർമോൺസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായോ പ്രഗ്നൻസിയിൽ എന്തൊക്കെയാന്നുള്ളത്? അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞിൻ്റെ ഈ വളർച്ച സമയത്ത് എങ്ങനെയാണ് ഓർഗൻസ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് അറിയണം. ഐ ടോൾഡ് യു അബൌട്ട് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിന് ട്രോഫോബ്ലാസ്റ്റ് എന്ന ഔട്ടർ ലെയറും ഉണ്ട്, ഇന്നർ സെൽമാസും ഉണ്ട്. ഈ ട്രോഫോബ്ലാസ്റ്റിന്റെ സഹായത്തോടെ ഇംപ്ലാന്റേഷൻ നടന്ന അല്ലേ, യൂട്രസിന്റെ വാളുമായിട്ട് ഫിക്സ് ആയിരിക്കുന്നത് ഈ ബ്ലാസ്റ്റോസിസ്റ്റ്. അതാണ് ഡെവലപ്പ് ചെയ്ത് പ്ലസന്റയായി മാറിയത്. ഇനി അകത്തുള്ള ഇന്നർ സെൽമാസ് ഉണ്ടല്ലോ, ഇന്നർ സെൽമാസിനകത്ത് പലതരത്തിലുള്ള സെൽസ് ഉണ്ട്, വിച്ച് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഡെവലപ്പ് ഡിഫറെന്റ് ഓർഗൻസ്. ഒരു മനുഷ്യൻ എന്തൊക്കെ ഓർഗൻസ് ഉണ്ട് അല്ലെ, ഈ ഓർഗൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കളക്ഷൻ ഓഫ് സെൽസ് ആണ്. അപ്പോൾ ഓരോ സെല്ലിനും ഓരോ ഫേറ്റ് ഉണ്ട്. ഈ സെല്ലാവും കണ്ണാവുന്നത്, ഈ സെല്ലാവും ഹാർട്ടാവുന്നത്, അങ്ങനെ ഒരു ഫേറ്റ് ഉണ്ട് ഇന്നർ സെൽമാസിന്. അപ്പോൾ ഈ സെൽസിന് വി ക്യാൻ കോൾ സ്റ്റെം സെൽസ്. കേട്ടിട്ടുണ്ടോ അത് സ്റ്റെം സെൽ എന്നുള്ളത്? ഹ്യൂമൻ ബീങ്സിൽ ഈ സ്റ്റെം സെൽസിൻ്റെ എല്ലാം കളക്ഷൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെർദർ ഇഞ്ചുറി അല്ലെങ്കിൽ ട്രോമ, ഏതെങ്കിലും ഒരു അവയവത്തിന് കേട് വരുമ്പം സ്റ്റെം സെൽസ് ഡെവലപ്പ് ചെയ്ത് എൻ്റെ തന്നെ ആയിരിക്കണം സ്റ്റെം സെൽ പ്രഗ്നൻസി പീരിയഡിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഹ്യൂമൻ ബീങ്സിൻ്റെ സ്റ്റെം സെൽസ് എടുത്തു വെച്ചാൽ നമുക്ക് സ്റ്റെം സെല്ല് ഡെവലപ്പ് ചെയ്തിട്ട് ആ ഓർഗനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതിനെ വി കോൾ ഇറ്റ് ആസ് സ്റ്റെം സെൽ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെം സെൽസ് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ മോർഫോജെനറ്റിക് മൂവ്മെന്റ് എന്ന് പറയും. അതായത് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ സെൽസ് ഇങ്ങനെ കൂടി നിൽക്കുന്നതായിരിക്കും. 10 സെൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ സെൽസ് ഒക്കെ പല ഭാഗത്തേക്ക് മൂവ് ചെയ്യും അക്കോർഡിംഗ് ടു ഇറ്റ്സ് വെയിറ്റ്. ദാറ്റ് ഈസ് നോൺ ആസ് മോർഫോജെനറ്റിക് മൂവ്മെന്റ്. അങ്ങനെ നമുക്ക് 3 ലേയേഴ്സ് ഉണ്ടാവുന്നു. ജെം ലേയേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഔട്ടർ എക്ടോഡം, മിഡിൽ മീസോഡം, ഇന്നർ എൻഡോഡം. ഓരോ ജെം ലെയറിനും ഓരോ ഫേറ്റ് ഉണ്ട്. കുറേ സെൽസ് പോയി എക്ടോഡം പുറത്ത് പോയി നിൽക്കും. എങ്ങനെ പോയി നിൽക്കുന്നത്? മോർഫോജെനറ്റിക് മൂവ്മെന്റിലൂടെ. ഇന്നർ സെൽമാസ് ഒരു കൂട്ടം സെൽസ് ആണല്ലോ, ഇവരിൽ നിന്ന് കുറച്ച് സെൽസ് പോയി പുറത്ത് നിൽക്കും, കുറച്ച് സെൽസ് മീസോഡമായി നടുവിൽ നിൽക്കും, കുറച്ച് സെൽസ് പോയി എൻഡോഡമായി നിൽക്കും. അപ്പം എക്ടോഡമായിട്ടുള്ള സെൽസിന് ചിലപ്പോൾ സ്കിന്ന് പോലുള്ള ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. മിഡിൽ മീസോഡമിൽ നിന്ന് മസിൽസ് പോലത്തെ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. പിന്നെ എൻഡോഡമിൽ നിന്ന് ഡൈജസ്റ്റീവ് ട്രാക്ട്, ബ്ലഡ് വെസൽസ്, ഇങ്ങനെയുള്ള ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. ഇനിയുണ്ട്
ഓർഗൻസ്. ഞാൻ എക്സാമ്പിൾ ഓരോന്നിനും സൈറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഓർഗൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ ഫസ്റ്റ് മന്തിൽ തന്നെ ഹാർട്ട് ഡെവലപ്പ് ചെയ്യും, ഫസ്റ്റ് മന്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഡോക്ടേഴ്സ് സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ചെറുതായി അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഗൈനക്കോളജിസ്റ്റിന്. ദെൻ സെക്കൻഡ് മന്തിൽ ലിംസ് വളരും, കുഞ്ഞി കൈകാലുകൾ. തേർഡ് മന്തിൽ എന്താണ് കുഞ്ഞിന് വളരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തേർഡ് മന്തിലാണ് അവർക്ക് കുറേ ഓൾമോസ്റ്റ് ഓൾ ദ ഓർഗൻസ്, അവയവങ്ങൾ വളരുന്നത്. ഇൻ ദ ഫിഫ്ത്ത് മന്ത് ദ ബേബി എക്സിബിറ്റ്സ് മൂവ്മെൻറ്റ്, അമ്മയുടെ വയറിൽ നിന്ന് ചലിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. സെയിം ടൈം ഹെയർ ഗ്രോത്ത് ഹാപ്പൻസ് ഓൺ ഹെഡ്, ഈ ഫിഫ്ത്ത് മന്തിലാണ്. ആൻഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 9th മന്ത്, അങ്ങനെ ഓരോ മാസം ചേഞ്ചസ് വരുന്നുണ്ട്. 9 മാസം കഴിഞ്ഞാൽ, 9th മന്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് അബൌട്ട് ടു ഡെലിവർ. ആൻഡ് ദ പ്രോസസ് ഓഫ് ഡെലിവറി ഈസ് നോൺ ആസ് പാർച്ചുറേഷൻ. ആൻഡ് പാർച്ചുറേഷൻ ആയിക്കോട്ടെ, നമുക്കൊരു ഹോർമോൺ പഠിച്ചിട്ടുണ്ട്, ഓക്സിറ്റോസിൻ. അതിൻ്റെ സഹായത്തോടെയാണ് ബോൺസ്, പ്യൂബിക് ബോൺസ് ഒക്കെ റിലാക്സ് ചെയ്ത്, മസിൽസ് റിലാക്സ് ചെയ്തിട്ട് ഡെലിവറി സാധ്യമാവുന്നത്, പാർച്ചുറേഷൻ. ആൻഡ് സോ ദിസ് ഹോർമോൺ ഇസ് നോൺ ആസ് ബർത്ത് ഹോർമോൺ, ആസ് വെൽ ആസ് ഇറ്റ് ഇസ് നോൺ ആസ് മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ. ലാക്ടേഷന് സഹായിക്കുകയാണ്. മാമറി ഗ്ലാൻസിലൂടെ ലാക്ടേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഇജക്ഷൻ ഓഫ് മിൽക്ക്, ഇറ്റ്സ് കോൾഡ് ലാക്ടേഷൻ. ലാക്ടേഷനും കൂടി ഈ ഹോർമോൺ സഹായിക്കുന്നുണ്ട്, ഓക്സിറ്റോസിൻ. സോ ഇറ്റ് ഇസ് നോൺ ആസ് മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ. അപ്പം മിൽക്ക് ഇജക്ഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ ലാക്ടേഷൻ പീരിയഡിൽ വരുന്ന മിൽക്കിനെ വി കോൾ കൊളോസ്ട്രോം. ബിക്കോസ് ഇറ്റ് ഈസ് റിച്ച് ഇൻ ആൻറ്റിബോഡീസ്, ഭയങ്കര ഇമ്മ്യൂണിറ്റി തരുന്നതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി ടു ദ ചൈൽഡ്. സോ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ടു ഫീഡ് ദ ബേബി compulsorily with the initial milk, because it contains colostrum, which is rich in immunoglobulins, and provides immunity to child. വളർന്നു വരുന്ന കുഞ്ഞിന്, പ്രസവിച്ച കുഞ്ഞിന് പ്രതിരോധം നൽകുന്നതിന് ഇത് ആദ്യത്തെ പാല് സഹായിക്കും. അതുകൊണ്ട് ഫസ്റ്റ് WHO എന്താ പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഡ്വൈസസ് ടു ഗിവ് മിനിമം ടു ഫീഡ് ദ ബേബി വിത്ത് മിൽക്ക് ഫോർ എ പീരിയഡ് ഓഫ് മിനിമം 1 year. 1-1.5 വയസ്സ് വരെ കുഞ്ഞിന് നിർബന്ധമായും അമ്മയുടെ പാല് കൊടുക്കണമെന്ന് WHO അഡ്വൈസ് ചെയ്യുന്നുണ്ട്. So this chapter is over here. Both the videos you must see, and this video of this class will be useful for you to for your future life too. So wishing you good luck. Thank you for watching.